എനിക്കിപ്പോൾ 85 വയസ്സുണ്ട്. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 7/6/1941 ആണ്. ഞാൻ ചെറുപ്പം മുതലേ സ്പോർട്സിനും അതുപോലെ തന്നെ ഇതര ആക്ടിവിറ്റീസിലും സജീവമായി പങ്കെടുക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. കഴിഞ്ഞ ജനുവരി 28 മുതൽ ഫെബ്രുവരി 1 വരെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന 46ാമത് നാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പാണ്. അത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന മാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ മത്സരമാണ്. ആ മത്സരത്തിൽ 3 സ്വർണ്ണ മെഡലും 1 വെള്ളി മെഡലും കരസ്ഥമാക്കുവാൻ എനിക്ക് കഴിഞ്ഞു. ദേശീയ തലത്തിൽ മാത്രമല്ല ഏഷ്യൻ മീറ്റുകളിലും ഞാൻ 5 ഏഷ്യൻ മീറ്റിലും 5 ലോക മീറ്റുകളിലും പങ്കെടുക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ചൈന, ജപ്പാൻ, മലേഷ്യ, സിംഗപ്പൂർ, ഫിലിപ്പൈൻസ് എന്നിവിടങ്ങളിൽ വെച്ച് നടന്ന ഏഷ്യൻ മീറ്റുകളിലും, ഫ്രാൻസിലെ ലിയോൺ, ഓസ്ട്രേലിയയിലെ പെർത്ത്, അമേരിക്കയിലെ ഫ്ലോറിഡ എന്നിവിടങ്ങളിൽ വെച്ച് നടന്ന ലോക മീറ്റിലും പങ്കെടുത്ത് മെഡലുകളും സ്ഥാനങ്ങളും കരസ്ഥമാക്കുവാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. രാവിലെ എണീറ്റ് ഈ ദിനചര്യ എന്ന് പറയുന്നത് കുറച്ച് യോഗ ചെയ്യുക. ആ യോഗ ചെയ്തതിന് ശേഷം ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ രാവിലെ എണീക്കുന്നത് നേരം വെളുത്ത് ഒരു 6 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകളുടെ ഓരോ ആവശ്യങ്ങളുമായിട്ടൊക്കെ വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ ദിനചര്യയും അതുപോലെ തന്നെ ഈ സ്പോർട്സിന് നമ്മുടെ ബോഡി ഫിറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ്, അത് പലതരത്തിലുള്ള എക്സസൈസ്, ചിലപ്പോൾ യോഗ ചെയ്യും, ചിലപ്പോൾ കുറച്ച് സൈക്കിൾ ചവിട്ടും, ചിലപ്പോൾ ഒരു 3-4 കിലോമീറ്റർ നടക്കും. ഇപ്പോൾ നമുക്കറിയാം, ഇന്നിപ്പോൾ ചെറുപ്പക്കാർക്ക് പോലും ഈ ജീവിതശൈലി രോഗങ്ങളാണ്. പ്രഷർ, കൊളസ്ട്രോൾ, ഡയബറ്റിക്സ് അതൊക്കെ ഒരു സർവ്വസാധാരണമാണ്. എന്നാൽ എൻ്റെയൊക്കെ അനുഭവത്തിൽ നമുക്കത് ഒരു നല്ല ശതമാനം ഈ എക്സസൈസ് കൊണ്ട് മാറ്റുവാനായിട്ട് കഴിയും. നമ്മുടെ ശരീരത്തിന് മൂവ്മെൻ്റ് ഉണ്ടാവണം. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മനുഷ്യന് ഇപ്പോൾ ഈ നട കയറാനും ഈ എല്ലാ കാര്യങ്ങളും അവനവൻ്റെ കാര്യങ്ങളെങ്കിലും ചെയ്യാൻ കഴിയണമെങ്കിൽ, പ്രത്യേകിച്ച് പ്രായമുള്ളവരും ചെറുപ്പക്കാരാണെങ്കിൽ പോലും എക്സസൈസ് ചെയ്യണമെന്ന് ആണ് എൻ്റെ റിക്വസ്റ്റ്. ഞാനിപ്പോൾ ഏറ്റവും അവസാനമായി ചെയ്തത് മാസ്റ്റേഴ്സിൻ്റെ ദേശീയ മീറ്റാണ്. അപ്പോൾ 3 ഐറ്റത്തിൽ ഈ പറഞ്ഞ 80 മീറ്റർ ഹാർഡിൽ, 200 മീറ്റർ ഹാർഡിൽ, ലോങ് ജമ്പ്, 4x100 മീറ്ററിലെ 4 ഇനങ്ങളിലാണ് മത്സരിച്ചത്. 3 എണ്ണത്തിന് ഗോൾഡ് മെഡലും 1 എണ്ണത്തിന് സിൽവർ മെഡലുമാണ് ലഭിച്ചത്. അടുത്ത ലോക മീറ്റ് സൗത്ത് കൊറിയ വെച്ച് നടക്കുക. അവിടെ പോകുമ്പോഴും ഈ പറഞ്ഞോണം ഈ 80 മീറ്റർ ഹാർഡിലും 200 മീറ്റർ ഹാർഡിലും ലോങ് ജമ്പും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പരിശീലനം നല്ല രീതിയിൽ നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പ്രായത്തെപ്പറ്റി ആലോചിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. 80 വയസ്സായ ആൾ ഹാർഡിൽ ചാടാൻ പറ്റുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 80 വയസ്സിനെ പറ്റി ആലോചിച്ചാൽ ചാടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് ചാടാൻ കഴിയുന്നത് നമ്മുടെ മനസ്സാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ആളുകൾ അവനവൻ്റെ ബോഡി ഫിറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള റെഗുലറായ എക്സസൈസ് അതാകുന്ന മാതിരി പ്രായമുള്ള ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറുപ്പക്കാർ ചെയ്യണ മാതിരി അവർ ചെയ്യരുത്.
പയ്യെ സാവധാനം ഗ്രാജുവലായിട്ട് റെഗുലറായി ചെയ്താൽ നമുക്ക് നമ്മുടെ ബോഡി ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. ഏത് ആക്ടിവിറ്റീസിലും നമുക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ചെറുപ്പക്കാരടക്കം, പ്രായമുള്ളവരടക്കം, കുട്ടികളടക്കം എല്ലാവരും കുറച്ച് സമയമെങ്കിലും ഈ കായികമായ ആക്ടിവിറ്റീസിന് വേണ്ടി ചെലവഴിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.